കൂട്ടുകാരെ മഴവിലേസ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾ മുമ്പ് വന്നേക്കുന്നത് വർക്കുമായിട്ടല്ല, ഒരു ചെറിയ അൺബോക്സ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുമ്പ് വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് മുമ്പ് ആദ്യമായിട്ട് നിങ്ങളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്താണ് ബെല്ലൈക്കൻ ആളാക്കിടാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാൻ പ്രചോദനം. അവസരമായിട്ട് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു, ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈറ്റ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം ഞാൻ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ദൂരേക്ക് നിന്ന് വീഡിയോ സമയത്ത് നമ്മൾ ഉയർന്ന മൈക്കാണെങ്കിൽ കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ വലിയ വലിയ ബ്ലോഗർമാരെ ഇരിക്കുന്നൊക്കെയുള്ള ഒരു മൈക്ക് മേടിച്ച് നമുക്ക് ഉടുപ്പി പിൻ ചെയ്ത് വെച്ചാൽ അത്ര ഈസി ആണെന്നുള്ളത്, നല്ല ക്ലാരിറ്റിയിൽ സൗണ്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ കഴിച്ച് ഞാൻ നെറ്റിപ്പോൾ മൈക്കിൻ്റെ വിലയൊക്കെ നോക്കിയപ്പോഴാണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വില നോക്കിയപ്പോൾ നല്ല പൈസയാണ്, നമ്മളെ കൊണ്ട് പെട്ടെന്ന് മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബേറിലുള്ള ഒരു ഷോപ്പിൽ കയറി അവിടുത്തെ പയ്യനോട് ചോദിച്ചു, ഇത് കണക്ക് ഒരു മൈക്ക് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ചേട്ടാ ഇത് കണക്ക് നല്ലൊരു മൈക്ക് ഉണ്ട്, നല്ല പൈസ കുറവാണ്, പക്ഷെ നല്ല ക്ലാരിറ്റിയാണ്, ആ ചെറിയ ചെറിയ നോയ്സ് ഒന്നും ആ മൈക്ക് പിടിക്കത്തില്ല. ഇപ്പൊ അതിന്റെ അൺബോക്സ് വീഡിയോ നിങ്ങൾ കാണിക്കാം. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഒരുപാട് ആൾക്കാർ കുക്കിംഗ് ചാനൽ ചെയ്യുന്ന ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ, കുക്കിങ്ങിന്റെ വീഡിയോ ചെയ്യുന്ന ഒരു യൂട്യൂബർമാർ ഒരുപാടുണ്ട്. അതിനൊക്കെ തന്നെ ഇന്റർവ്യൂ ചെയ്യണവരൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു മൈക്കാണിത്. അപ്പൊ ഇതാണ് ആ മൈക്ക്, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതാണ് ആ മൈക്ക്. അപ്പൊ അതിന്റെ പേര് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, K8 വയലക്സ് മൈക്രോഫോൺ എന്നാണ് ഇതിന്റെ പേര് അവർ കമ്പനി കൊടുത്തേക്കുന്നത്. ഇത് ചൈന സാധനമാണ് സംഭവം, പക്ഷെ ഇത് നല്ല ക്വാളിറ്റി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളെന്നൊക്കെ. നിങ്ങൾക്കാണ് രണ്ട് ഡിവൈസാണ് ഇതുള്ളത്. ഒന്ന് നമ്മളിവിടെ മൊബൈൽ ഇവിടെ കുത്തുന്നതും, ഒന്ന് നമ്മൾ മൈക്ക് നമ്മളിവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ഇതിലവർ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ ലൈവ് ഷോ ചെയ്യാൻ ഈ മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതിനൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ ഈ മൈക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതിനൊക്കെ ബ്ലോഗ് വിത്ത് ഷോർട്ട് വീഡിയോ ഇവിടെ എഴുതിയിട്ടുണ്ട്, ബ്ലോഗ് വിത്ത് ഷോർട്ട് വീഡിയോ ചെയ്യണവർക്കൊക്കെ ഈ മൈക്ക് നല്ല ഉപകാരപ്രദമായിട്ട് സൗണ്ട് നല്ല ക്ലാരിറ്റിയിൽ ഒരു നോയ്സും ഇല്ല, നല്ല ക്ലാരിറ്റി കിട്ടുമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് ഇനി ഈ വീഡിയോ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. നമുക്കിപ്പോൾ ഇത് ഓപ്പൺ ആക്കി നോക്കാം. ഇതിന്റെ മേലത്തെ കവറൊക്കെ ഞാൻ ഇളക്കി കളഞ്ഞ് സാനിറ്റൈസ് ഇട്ട് നല്ല ക്ലീൻ ആക്കിയതാണ്. ഇനി ഇത് നമുക്ക് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾ ഇവിടെ കാണാം, നല്ല രീതിയിലാണ് ഇത് പാക്ക് ചെയ്തേക്കുന്നത്. ചൈനീസ് സാധനമാണെങ്കിൽ നല്ല ചൈനീസ് സാധനം നിങ്ങൾ ഇവിടെ നോക്കാൻ തന്നെ അറിയാം, നല്ല റോയൽ ലുക്കിലാണ് ഇത് പാക്ക് ചെയ്തേക്കുന്നത് തന്നെ. നിങ്ങൾ ഇവിടെ കാണാം, നല്ല ക്വാളിറ്റിയുള്ള പാക്കിംഗ് ആണ്. ഇത് എങ്ങനെ വീണാലും പൊട്ടിയൊന്നുമില്ല. അതിനൊക്കെ നല്ല രസമുണ്ട്. പാക്കിംഗ് കാണാൻ തന്നെ നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പാക്കിങ്. നിങ്ങൾക്ക് ഈ പാക്കിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് എഴുതുക, നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന്. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് എഴുതുക. നിങ്ങൾ നോക്കുമ്പോൾ കാണാം നല്ല. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു പാക്കിംഗ് ഒന്നിനും കണ്ടിട്ടില്ല. നല്ല മൊബൈൽ മേടിക്കാൻ പോലും ഇത്രയും നല്ല പാക്കിംഗ് നമുക്ക് കിട്ടാറില്ല. അത്രയും സേഫ്റ്റി ആയിട്ടാണ് അവർ ഈ സാധനം അത് ഫിറ്റ് ചെയ്തേക്കണത്. ഇനി നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ഈ കാണേണ്ട നമ്മുടെ മൈക്കാണ്. നമുക്ക് ആ മൈക്ക് പതുക്കെ എടുത്ത് മാറ്റി വയ്ക്കാം. ഇവിടെ ഇപ്പം ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് മൈക്ക്. രണ്ടാമത് നമുക്ക് അതിൻ്റെ മൊബൈലിൽ കണക്ട് ചെയ്യാനുള്ള സി പോർട്ടുള്ള ഒരു ജാക്കാണ്. അതാണ് അതിൻ്റെ വയലക്സിൻ്റെ ഡിവൈസ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ അത്ര കട്ടിയുള്ള ഒരു പേപ്പറുണ്ട്, പക്ഷെ അതൊന്നുമില്ല, അത് വേറെ പേപ്പറാണ്. ഇത് മൈക്ക് താഴ്ന്നു പോയിരിക്കാൻ വേണ്ടി അവർ ചെയ്തേക്കുന്നതാണ്. ഫുള്ള് ബ്ലാക്കിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ രസം. ഇതെല്ലാം കൂടെ ബ്ലാക്ക് ആയതുകൊണ്ട് ഇരിക്കാൻ തന്നെ ഒരു കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിന് ഈ ബോക്സ് നമുക്ക് ഇളക്കി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ബോക്സ് നമുക്ക് തുറന്ന് നോക്കാം. ഈ ബോക്സിൻ്റെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ ബോക്സിൻ്റെ അകത്ത് ഒരു ചെറിയ ഇതിൻ്റെ ഫ്രണ്ട് വയ്ക്കാനുള്ള ഒരു പഞ്ഞിയുണ്ട്. പഞ്ഞിയല്ല, ഇതിന്റെ വേറെന്താ പേര് പറയണത്, പേരെ മറന്നുപോയി. അത് കണക്ക് ഒരു ചാർജ് ചെയ്യാനുള്ള ഒരു പിന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ മൈക്കിൽ കുത്താനുള്ള ഒരു ക്ലിപ്പും കൂടെ അവർ തന്നിട്ടുണ്ട്. മറ്റേ ക്ലിപ്പ് മൈക്കിൽ നമുക്കൊരു ക്ലിപ്പുണ്ട്, ഇതിലൊരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ ആ വേറൊരു ക്ലിപ്പ് കൂടെ തന്നിട്ട് നമുക്കത് ഇവിടെ ഇങ്ങനെ കുത്തിവെച്ചത് അങ്ങനെ കൂടെ കാണാൻ പറ്റും. അത് കുത്തിവെച്ച് നമുക്ക് അത് സംസാരിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതാണ് നമ്മുടെ ഡിവൈസ്. ഇതാണ് നമ്മുടെ മൊബൈലായിട്ട് കുത്തി കൊടുക്കാനുള്ളത്. ഇനി എന്തുണ്ടെന്ന് നോക്കാം. ഇനിയുള്ള അതിൻ്റെ ഒരു ബുക്കാണ്, അതിൻ്റെ കേറ്റലോഗ് ബുക്കാണ്. അപ്പോൾ അതിൽ ഈ മൈക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ഇതിൽ എങ്ങനെ കണക്ട് ചെയ്യണത്, ഫസ്റ്റിലത്തെ പേജ് എന്തൊക്കെ മൈക്കിൻ്റെ അത്, രണ്ടാമത്തത് എന്തൊക്കെ ഇതിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ള ഇതെല്ലാം ഇവിടെ അടയാളപ്പെടുത്തി എഴുതിയിട്ടുണ്ട് അവർ. അത് കഴിഞ്ഞിട്ട് നമ്മളെ അതിൻ്റെ പവർ ബട്ടൺ എന്താ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്.
അത് കഴിഞ്ഞ് അതിൻ്റെ ഈ ഡിവൈസ് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ഈ ഡിവൈസ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് മൊബൈലിന്റെ ബാക്ക് സൈഡിൽ. അതിന് നെക്സ്റ്റ് അത് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം മൈക്ക് അത് ഡിവൈസ് ഓൺ ആയിട്ടുണ്ടെന്നുള്ള ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്തതിന്റെ ഇത്ര ഇതിലുള്ള ഇപ്പുറ സൈഡില് ചൈനീസ് ഭാഷയിലാണ് ഈ സൈഡ് എഴുതിയേക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷിലാണ് എഴുതിയേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത്രയും സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ കിട്ടിയേക്കുന്നത് നമുക്ക് 5 സാധനങ്ങളാണ്. ഒരു മൈക്ക്, അതിന്റെ ഡിവൈസ്, അതിന്റെ ഫ്രണ്ട് വയ്ക്കുന്ന ആ സ്പോഞ്ചിലൊക്കെ ഇരിക്കുന്നത്, പിന്നെ ഒരു നമ്മളെ ഉടുപ്പി കടുപ്പിക്കുന്ന ക്ലിപ്പ്, അതിന്റെ ചാർജർ അല്ല, അതിന്റെ കേബിൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ കാണാം ഇപ്പോഴത്തെ മോഡലിലേക്ക് ഇറങ്ങുന്ന എല്ലാ മൊബൈലും ഈ C-പോർട്ട് ചാർജറാണ് ഇതിന്റെ കേബിൾ ഇറങ്ങുന്നത്. അപ്പൊ അതേ ഉണ്ട്. അപ്പൊ ഇത്ര സാധനമേ ഉള്ളൂ. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യണം നമുക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. മൊബൈലിൽ കുത്തിയിട്ട് കണക്ട് ചെയ്ത്. അപ്പൊ നിങ്ങളിപ്പോ കണ്ടില്ല ഇത്രയും സാധനം നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയേക്കണം, പാക്കറ്റ് കിട്ടിയേക്കണം. നമുക്ക് ഇനിയിപ്പോ ഇപ്പൊ ഞാൻ സംസാരിക്കാൻ എന്റെ നോർമൽ ക്യാമറയിലെ മൈക്ക് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇനി ഇത് കുത്തി നമുക്ക് സംസാരിച്ച് നോക്കാം. ഇനിയിപ്പോ നമുക്ക് ഇത് മൊബൈലിലോട്ട് ഞാൻ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ മൊബൈലിന്റെ ബാഗിൽ കുത്താൻ പോവുകയാണ്. ഇനി നമുക്ക് ഈ മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ സ്റ്റിക്കറൊക്കെ ഞാൻ വലിച്ചതായി കളയാം. സ്റ്റിക്കറൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട്. അതിനൊക്കെ ഈ മൊബൈലിൽ കുത്തിയിട്ട് 2 സൈഡ് സ്റ്റിക്കർ ഉണ്ട്. 2 സ്റ്റൈലിൽ സ്റ്റിക്കർ ഇപ്പോൾ എടുത്ത് മാറ്റുകയാണ്. അപ്പൊ ഇതാണ് നമ്മളെ മൈക്ക്. ഈ ചെറിയൊരു സാധനമാണ്. നമുക്ക് കമ്പനിയിൽ പറഞ്ഞേക്കണ ഇത് നമുക്ക് ഏകദേശം കമ്പനി പറഞ്ഞ 20 മീറ്റർ ലോങ് കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ അത് ചെറിയ അക്ഷരത്തിലാണ് എഴുതിയേക്കണം. എത്രത്തോളം വ്യക്തമായി കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഇനി നമുക്കത് ഈ സാധനങ്ങൾ ഇനി നമുക്കിത് ഓണാക്കി നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഒരു ലൈറ്റ് എത്തും. അതായത് നമ്മുടെ ഡിവൈസിന് ഊരിയിട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ ഗ്രീനും അതിനൊക്കെ റെഡും മിന്നിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഇത് ഓണാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഓണാക്കുന്ന സമയത്ത് ഇത് കണക്ട് ചെയ്തുകൊണ്ട് വെച്ചാണ് നമ്മൾ ഓണാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കറക്റ്റ് ഓണാക്കി തന്നെ ഗ്രീൻ കത്തും. ഗ്രീൻ കത്തിക്കഴിഞ്ഞാൽ ഇതും അതായിട്ട് കണക്ട് ആയെന്നതിൻ്റെ അർത്ഥം. നമുക്ക് ഇനി ഇതിപ്പോൾ ഓണാക്കി നമുക്ക് സംസാരിച്ച് നോക്കാം. നിങ്ങൾ ഇവിടെ കാണാത്ത ബാക്കിൽ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണാണ് ഇതിന്റെ ഓൺ ബട്ടൺ. ഞാൻ ഇപ്പോൾ ഇത് ഓണാക്കിയാണ്. ഇവിടെ പിടിച്ചിട്ടുണ്ട്, ഓൺ ആക്കിയിട്ടുണ്ട്. ഓണാക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കാണാം ഗ്രീൻ കത്തിക്കിടക്കണ കാണാൻ പറ്റും. പച്ച ലൈറ്റ് നല്ല രീതിയിൽ കത്തിക്കിടക്കണ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന മൊത്തം ഈ മൈക്കിൽ കൂടെയാണ് നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കുന്ന മൊത്തം ഈ മൈക്കിൽ കൂടെ നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ നമുക്ക് ഞാൻ ഇത് ഉടുപ്പിൽ പിൻ ചെയ്ത് വയ്ക്കാം. ഞാൻ ഇപ്പൊ ഇത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മൈക്കിൽ കൂടെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന മൊത്തം എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടണം എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ മൈക്കിൽ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന്. ഇപ്പൊ ഇത് വെച്ച് നമുക്ക് എത്രത്തോളം ലോങ് ചെയ്യാന്നുള്ള ഞാൻ ഔട്ട് സൈഡിൽ പോയിട്ട് ഒരു ബീച്ചിന്റെ അടുത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പോയി കണ്ടിട്ട് വരാം. ഇപ്പൊ കൂട്ടുകാരെ ഞാൻ ഇപ്പൊ ഒരു ബീച്ച് സൈഡിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഇവിടെ നേരെ 6:30 മണിയായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മൈക്കിന്റെ ക്ലാരിറ്റി ഒന്ന് കാണിക്കാനും എത്ര ലോങ് പോയത് എത്ര കിട്ടുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ കാണാൻ പറ്റും. ഇതാ കാണുന്ന കൊച്ചുങ്ങളെയൊക്കെ ചെറിയ പാർക്കാണ്. അതിനൊക്കെ പ്ലേ ഗ്രൗണ്ടും പാർക്കൊക്കെയാണ്. അവിടെ ചെറിയ കാർ റേസിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം മീൻ പിടിക്കാൻ പോകുന്ന ചെറിയ ബോട്ടുകളാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഈ മൈക്ക് എത്ര ലോങ് പോയി കഴിഞ്ഞാൽ ലോങ് വരെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഇപ്പം ഞാൻ മൈക്ക് ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട്. കുത്തി വെച്ചപ്പോൾ ഈ മൈക്കിലാണ് നിങ്ങളുടെ സംസാരിക്കുന്നത്. ഇത് ഡിവൈസ് ആയിട്ട് കണക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കാണാം. ഈ നമ്മളെ ഡിവൈസ് അവിടെ നിന്ന് ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിപ്പോൾ ബ്ലിങ്ക് ചെയ്ത് തുടങ്ങും. ഒരുവിധം സൗണ്ടുള്ള ഏരിയ കൊണ്ട് വെച്ച് നമുക്ക് അതായത് വണ്ടിയൊക്കെ പോകണമായിട്ട് അല്ലെങ്കിൽ പക്ഷിമൃഗാളികൾ അതിനൊക്കെ വലിയ അടിച്ച് പൊട്ടിക്കുന്ന സൗണ്ട് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഈ മൈക്ക് വെച്ച് നമുക്ക് നമ്മളെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനൊക്കെ നിങ്ങൾ ചെറിയ ബ്ലോഗ് ചാനൽ ചെയ്യുന്നതുകൊണ്ടായാലും കുക്കിംഗ് ചാനൽ ചെയ്യണവരായാലും നിങ്ങൾക്ക് അത് എപ്പോഴും ഇത് കുത്തിയിട്ട് ഇങ്ങനെ നോർമൽ മൈക്ക് കുത്തിയിട്ട് അല്ലെങ്കിൽ വേറെയുള്ള മൈക്ക് കുത്തിയിട്ട് നിങ്ങൾ എപ്പോഴും എടുത്ത് അങ്ങോട്ട് ഇങ്ങനെ നീങ്ങുമ്പോഴൊക്കെ അത് മാറ്റാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൈക്ക് മേടിച്ചതിന് സുഖമാണ്. നമുക്ക് ചെറിയ പൈസയിൽ അതായത് ചെറിയ പൈസയിൽ നല്ല ഗുണനിലവാരമുള്ള ഒരു മൈക്കാണിത്. നിങ്ങൾക്കറിയാം വലിയ ബ്ലോഗർമാരൊക്കെ ഇരിക്കുന്നത് വെച്ചാൽ നല്ല വിലയുള്ള മൈക്കാണ്. അത്രയും പൈസ കൊടുത്താൽ നമുക്ക് മേടിക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ നിങ്ങളെന്ന് വെച്ചാൽ ഇത് കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ ഈ മൈക്കിന്. എന്ന് വെച്ചാൽ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ. നല്ല ക്ലിയറാണ്. അത് നിങ്ങൾക്ക് ഞാൻ ഈ സംസാരിക്കാൻ കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് കേട്ടാൽ മാത്രമേ എത്രത്തോളം ക്ലിയർ ഉള്ളതെന്ന് അറിയാളൂ. രാത്രി ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനി ഇതിൻ്റെ ലോങ് ഒന്ന് പോയി നോക്കാം എത്രത്തോളം ഇത് കിട്ടുമെന്നുള്ളത്. ഞാൻ ഇപ്പോൾ മൈക്കിൻ്റെ വണ്ടി വെച്ചിട്ട് ഞാൻ ബാക്കിലോട്ട് നടന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയുടെ അടുത്ത് സംസാരിക്കുന്നത്. വണ്ടിയുടെ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്താണ് ഇപ്പം ഞാൻ നിങ്ങളുടെ സംസാരിക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ബാക്കിലോട്ട് പോയി നിങ്ങളുടെ സംസാരിക്കാം. ഇപ്പോൾ കുറച്ച് ബാക്കിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് എത്ര സൗണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റില്ല. എനിക്കിനി ഇത് കേട്ട് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഏകദേശം 1.5 മീറ്റർ ഉണ്ട് ദൂരം. ഞാൻ കുറച്ചുകൂടെ പോയി ബാക്കിലോട്ട് പോയി നോക്കാം. ഇപ്പോൾ ഞാൻ നല്ല ബാക്കിലോട്ടാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മീറ്റർ അടുപ്പിച്ച് നീളമുണ്ട്. അപ്പോൾ ഇത്രയും 3 മീറ്റർ അടുപ്പിച്ചാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത്. ഇത് എത്ര കിട്ടുമെന്നുള്ളത് ഇനി എനിക്കിത് കേട്ട് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ വേറെയുള്ളവർക്ക് അറിയാൻ പറ്റും. സിറ്റി സെൻറ്ററിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്.
നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അപ്പർ സൈഡാണ് സിറ്റി സെൻറ്റർ. അതിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ബേറിൽ ഒരു തവണയും വന്നിട്ടുള്ള ഒരു സിറ്റി സെൻറ്റർ കേൾക്കായിരുന്നില്ല, അവർക്ക് ഇത് അറിയാൻ പറ്റും. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് പോവാം. ഇപ്പൊ ഞാൻ വെളിയിൽ ഷൂട്ട് ചെയ്തത് നിങ്ങൾ ഇപ്പൊ വെളിയിൽ ബീച്ചിന്റെ സൈഡിൽ ഷൂട്ട് ചെയ്ത് നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും, എത്രത്തോളം ക്ലിയർ ആയിട്ട് ഇത് കിട്ടും, എത്ര ലോങ്ങിൽ പോയി ഇത് കിട്ടും എന്നുള്ള നിങ്ങൾക്ക് ഇന്നിപ്പോ മനസ്സിലാക്കിയിട്ടുണ്ട് വീഡിയോ കണ്ടപ്പോൾ തന്നെ. അപ്പൊ ഇത് അധികം പൈസയില്ല, കുറഞ്ഞ പൈസയിൽ നമുക്ക് നല്ല ചിലവ്. അതായത് അപ്പൊ നമുക്ക് ഇത് വലിയ പൈസ ഇല്ലാത്തതുകൊണ്ട്, എന്നാലും വലിയ പൈസയിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് ഇതിന്. അപ്പം ചെറിയ പൈസക്ക് നല്ല ഒരു മൈക്കാണിത്. നമ്മളെ ചെറിയ പൈസക്ക് നല്ല രീതിക്കുള്ള മൈക്കാണ്. ഞാൻ ഒരുപാട് മൈക്ക് ഇതിനൊക്കെ മേടിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇത് എന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട. ഇത് ഇപ്പൊ ഒത്തിരി നല്ല ലോങ് നിന്ന് നമ്മൾ സംസാരിച്ച് നമ്മളെ സംസാരം കറക്റ്റ് ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ വെളിയിൽ നിന്നുള്ള ചെറിയ ചെറിയ നോയ്സ് ഒന്നും ഈ മൈക്ക് പിടിക്കത്തില്ല, നമ്മളെ സംസാരം കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട വിചാരിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മൈക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിന്റെ കമന്റ് രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾ മേടിക്കണമെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് ഈ മൈക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ മൈക്ക് കൊണ്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് മേടിച്ചാൽ മതി. കാര്യം അത് സെർച്ച് ചെയ്ത് നോക്കി ഇതിന്റെ പേര് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ അത് കിട്ടുന്നതാണ്. അതിനങ്ങനെ ഒരുപാട് പേര് യൂട്യൂബിൽ ഈ മൈക്കിനെ കുറിച്ച് ചെയ്തിട്ടുമുണ്ട്. അപ്പം നല്ല റേറ്റിംഗ് ഒക്കെ ഉള്ള മൈക്കാണ്. ഇതിന്റെ K8 വയർലെസ് മൈക്രോഫോൺ അടിക്കുമ്പോൾ തന്നെ ഈ മൈക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് ആമസോണിലാണ്, ഫ്ലിപ്കാർട്ടിലാണ് നിങ്ങൾക്ക് അത് മേടിക്കാൻ പറ്റുന്നത്. ചെറിയ ചെറിയ ബ്ലോഗ് ചെയ്യണവർക്കും അതിനൊക്കെ കുക്കിംഗ് ചാനൽ ചെയ്യണവർക്കും ഇന്റർവ്യൂ ഒക്കെ ചെയ്യണവർക്കും നല്ല ഒരു മൈക്കാണിത്. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബും ഷെയറും കമന്റും ലൈക്കും നമുക്ക് അടുത്തടുത്ത വീഡിയോ പോലെ പ്രചോദനം. അപ്പൊ അടുത്ത ആഴ്ച നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ വീണ്ടും ടെക് വീഡിയോ തുടങ്ങുകയാണ്. അപ്പൊ അടുത്ത ആഴ്ചയാണ് നമ്മളെ ഒരു ഫ്രിഡ്ജിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീസറിന്റെ, ഫ്രിഡ്ജിന്റെ, അതിനൊക്കെ തന്നെ നമ്മളിപ്പം ഇവിടുത്തെ ഗൾഫിലേക്ക് തണുപ്പൊക്കെ മാറി ചൂടായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരുവിധമുള്ള എല്ലാ റൂമിലും വിൻഡോസ് ഒക്കെ ഇരിക്കുന്നത്. അതിന്റെയൊക്കെ തെർമോസ്റ്റാറ്റ് കംപ്ലൈന്റ് ആയിക്കിനെ എങ്ങനെ റിപ്പയർ ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ടെങ്കിലും നല്ല ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ആ തെർമോസ്റ്റാറ്റിന്റെ അകത്തുള്ള എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള വീഡിയോ അടുത്ത വീഡിയോ. അപ്പൊ ആ വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം.